ഏറെക്കാലത്തിന് ശേഷം മലയാളി തമിഴ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടി ഗോപികയെ വീണ്ടും കണ്ടതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ. പക്ഷേ ബിഗ് സ്ക്രീനിലല്ല. തന്റെ പഴയ തമിഴ് ചിത്രം ഓട്ടോഗ്രാഫിന്റെ റീ-റിലീസിന് ആശംസയറിയിച്ചതാണ് ഗോപിക. ഓട്ടോഗ്രാഫിന്റെ അണിയറ പ്രവർത്തകർ ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. തനിക്ക് കരിയറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് ഓട്ടോഗ്രാഫിലേതെന്ന് ഗോപിക പറയുന്നുണ്ട്. ഏറെക്കാലമായി ലൈംലൈറ്റിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു ഗോപിക. സിനിമകൾ ചെയ്തിട്ട് വർഷങ്ങളായി. 2013 പുറത്തിറങ്ങിയ ഭാര്യാത്ര പോരാ എന്ന സിനിമയാണ് അവസാനമായി ഗോപിക അഭിനയിച്ച മലയാള ചിത്രം. സോഷ്യൽ മീഡിയയിലും ഗോപികയില്ല. ഭർത്താവ് അജീഷ് ചാക്കോയ്ക്കും മകൾക്കുമൊപ്പം ഓസ്ട്രേലിയയിലാണ് ഗോപിക ഇന്നുള്ളത്. 2000ത്തിന്റെ തുടക്കവർഷങ്ങളിൽ മലയാളത്തിൽ ഒരുപിടി നടിമാർ വലിയ ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. കാവ്യമാധവൻ, മീര ജാസ്മിൻ, നവ്യ നായർ തുടങ്ങിയവർക്കൊപ്പം ഇക്കൂട്ടത്തിൽ ഒരാളായിരുന്നു ഗോപികയും. ഹിറ്റുകൾ ഒന്നിനു പിറകെ ഒന്നായി ലഭിച്ചതാണ് ഗോപികയെ കരിയറിൽ തുണച്ചത്. ആദ്യ ചിത്രം പ്രണയമണിത്തൂവൽ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല. എന്നാൽ രണ്ടാമത് ചെയ്ത ഫോർ ദ പീപ്പിൾ വലിയ ഹിറ്റായി. പിന്നീട് കുറച്ചു വർഷങ്ങൾ ഗോപികയ്ക്ക് കരിയറിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഓട്ടോഗ്രാഫ്, ചാന്ത്പൊട്ട്, പച്ചക്കുതിര, മായാവി, അലിഭായ്, അണ്ണൻ തമ്പി തുടങ്ങിയ ശ്രദ്ധേയ സിനിമകളിൽ ഗോപിക നായികയായി. മലയാളി തമിഴ് പ്രേക്ഷകർക്ക് ഗോപിക പ്രിയങ്കരിയായി മാറി. കരിയറിൽ വിവാദങ്ങളും ഗോസിപ്പുകളുമില്ലാതെ മുന്നോട്ട് പോകാനായ ചുരുക്കം നടിമാരിൽ ഒരാളാണ് ഗോപിക. കരിയറിലെ മികച്ച സമയത്ത് നിൽക്കുമ്പോഴായിരുന്നു ഗോപികയുടെ വിവാഹം. 2009 വിവാഹം കഴിഞ്ഞ ശേഷം ഗോപിക ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോയി. പിന്നീട് ഭാര്യാത്ര പോരാ എന്ന സിനിമ മാത്രമാണ് ഗോപിക ചെയ്തത്. പെട്ടെന്നായിരുന്നു ഗോപികയുടെ അറേഞ്ച് മാരേജ്. ഒരിക്കൽ ഇതേക്കുറിച്ച് നടി കാവ്യമാധവൻ സംസാരിച്ചിട്ടുണ്ട്. വിവാഹം എന്നത് തലയിൽ വരച്ചതുപോലെയാണ്. ഗോപികയുടെ കല്യാണം തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്ന് കാവ്യ എന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും ഒരേ പ്രായത്തിലുള്ള കുട്ടികളാണ്. കല്യാണം നോക്കി തുടങ്ങിയെന്ന് പറഞ്ഞിരുന്നു. 2 ആഴ്ച മുമ്പ് വരെ ഞങ്ങൾ കണ്ടതാണ്. ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നോക്കി വെച്ചിട്ടേയുള്ളൂ. 2ാമത്തെ ആഴ്ചയായപ്പോഴാണ് അവൾ എന്നെ വിളിച്ച് കൺഫേം ആയി നീ ഇതാരോടും പറയണ്ട എന്ന് പറഞ്ഞത്. പെട്ടെന്നാണ് എല്ലാം കഴിഞ്ഞത്. എൻഗേജ്മെന്റ് കഴിഞ്ഞു. അടുത്ത ആഴ്ച കല്യാണവും കഴിഞ്ഞു. അവളിപ്പോൾ അയർലൻഡിൽ അവളുടെ വീട്ടിലും എത്തി. കുറച്ചു മാസങ്ങൾ കൊണ്ട് എന്ത് മാറ്റം ജീവിതത്തിൽ ഉണ്ടായി. എനിക്കും ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും അന്ന് കാവ്യമാധവൻ പറഞ്ഞു.